കുട്ടികളാണ്. ആ കുട്ടിയാണ് ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെ ആകെ ഒരു ആഹ്ലാദമാണല്ലോ. എന്നെ സംബന്ധിച്ച് പലപ്പോഴും ഞാൻ ഇന്നലെ പറയണ്ടായ ഒരാളുടെ ഒരു യോഗത്തിൽ പറയണ്ടായി, ഒരു 100 കുട്ടികളെ, ഒരു 6 വയസ്സ് താഴെയോ 6 വയസ്സ് വരെയുള്ള 100 കുട്ടികളെ എനിക്ക് തന്നാൽ ഞാൻ ആനന്ദാതിരേകത്തോടു കൂടി ഞാൻ അവരെ ശുശ്രൂഷിച്ചങ്ങനെ കഴിയും. കുട്ടികൾക്ക് അത്രയും മാധുര്യമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ സഹൃദയം എന്നൊരു ഹൃദയം വേണം. നിങ്ങൾക്ക് ഹൃദയമുണ്ട്, പക്ഷെ അതിൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞ വാക്കില്ല, സ എന്ന വാക്കില്ല. ജീവിക്കാൻ വേണ്ടി മാത്രം ഹൃദയം തന്നുകൊണ്ടായില്ല, ആ ഹൃദയത്തെ സഹൃദയമാക്കണം. ഇവിടെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടും ചിലപ്പോൾ, പിന്നെ ഈ കറുത്തവനെ എന്ത് ഭംഗിയാണ് കൃഷ്ണനെ കാണാനായിട്ട്. അങ്ങനെയല്ല, അത് വളരെ ഭംഗിയാണ് കാണാൻ. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് ആ മുഴുക്കാപ്പൊക്കെ ചാർത്തി വയ്ക്കുന്ന സമയത്ത് ആ മുഖത്തേക്ക് നോക്കുക. നിങ്ങൾ 10,000 പ്രാവശ്യം കുളിച്ചാലും തേച്ചാലും ഒരുങ്ങിയാലും ആ ഭംഗിയുടെ അടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ആ കറുപ്പിന്, അതുകൊണ്ടാണ് പാടിയത് കറുപ്പിന് 7 അഴകെന്ന്. അപ്പൊ നോക്കാം. കാന്തിവദൈവ ഘനാഘനമണ്ഡലദ്യാർ ആവരണമതി. ആ ശരീരം മുഴുവനെ ആവരണം ചെയ്തിരിക്കുകയാണ്, മൂടിയിരിക്കുകയാണ് ഈ കാർമേഘ പടലത്തിൻ്റെ നിറം. വെമ്പാൻ നിൽക്കുന്ന, പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘത്തെ ഒന്ന് നോക്കുക. ഇപ്പം നോക്കിയാൽ പറ്റില്ല. കാർമേഘം തന്നെ വിളിക്കുന്നത് മഴ പെയ്യുന്നത് കൊണ്ടാണല്ലോ. അതിൻ്റെ ആ കാറും കോളും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം മഴ പെയ്യാൻ മുമ്പ് നിൽക്കുന്ന ആകാശം ഇപ്പം പെയ്യും എന്ന് പറഞ്ഞെങ്കിൽ ആകാശം നിൽക്കുന്ന അവസ്ഥയ്ക്ക് ജോലിയൊന്നുമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുക. പ്രയോജനമുണ്ട്. ജോലിയില്ലാത്ത ആളിൽ എന്താ ചെയ്യുക? ഒരു കസേര എടുത്ത് കടപ്പുറത്ത് പോയിരുന്നുകൊണ്ട് തിരകളുണ്ണും. വേറെ പണിയൊന്നുമില്ല. അങ്ങനെ പണിയില്ലാതിരിക്കുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കുക, ജ്യോതിർഗോളങ്ങളെ നോക്കുക. ഇന്നിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ഗ്രഹമുണ്ടെന്നും ആ ഗ്രഹത്തിൽ ഇതുവരെ കണ്ടുപിടിക്കാത്ത ഗ്രഹമാണ്. അവിടെ ജലം കണ്ടു, ഒരു ആഴിയോ ഒരു കടലോ സമുദ്രമോ ഉണ്ട് എന്ന് ഇന്നത്തെ ന്യൂസ് ഉണ്ട്. എത്ര പേര് വായിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ ശിരസ്, മനസ്സ്, ശരീരമൊക്കെ അറിവിന് തുറന്നു കൊടുക്കണം. തല കാറ്റുകൊള്ളണം. തല കാറ്റുകൊള്ളില്ലെങ്കിൽ നേരത്തെ രോമങ്ങൾ കൊഴിഞ്ഞു പോകും, കഷണ്ടിയാകും, അസ്ഥിപഞ്ചര സ്പന്ദിക്കുന്ന അസ്ഥിമാടം ചങ്ങമ്പുഴയുടെ അതായിട്ട് മാറും. പോയി നോക്കാം. ആവരണ്യതി വിരുരുചേ. എന്താ വിരുരുചേ? രുചമായ വിരു, അതായത് വളരെ ഭംഗിയായിട്ട് ശോഭിച്ചു അങ്ങ് കില വർഷവേല. ആ സമയം എപ്പോഴാണ്? അതോടെ പറയുന്നുണ്ട്. ആ മേഘപടലങ്ങളുണ്ട്, അതേ സമയത്ത് അവിടെ വർഷം, നല്ല വർഷകാലമാണ്. പൊത്തിര പെയ്യുന്ന മഴയത്താണ് ഭഗവാന്റെ ജനനം. അവിടെ മേൽത്തൂര് ഇത്രയും പറഞ്ഞപ്പോൾ വ്യാസൻ പറഞ്ഞത് അതിൻ്റെ 4 10 ഞാൻ ഒന്ന് കേൾപ്പിക്കാം. ഭഗവാൻ ജനിച്ച സമയം അത് ശ്രദ്ധിക്കണം. ഞാൻ വായിക്കുകയാണ്. ഞാൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു എങ്കിലും നോക്കാം. എന്താ പറയുന്നുള്ളൂ? ഭഗവാന്റെ അവതാരത്തിന് മുന്നോടിയായി ദിക്കുകൾ പ്രകാശമാനമായി. ഗൃഹനക്ഷത്ര ഗൃഹങ്ങൾ 9 എന്ന് വേണുമാല പാടിയ നേരത്തെ 9 ഗൃഹങ്ങളും ഒരേ നിലയിൽ വന്നിട്ടാണ്. ഉച്ചയി സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. ഗ്രഹനക്ഷത്രാദികൾ ബലവാന്മാരായി. ആകാശത്ത് ശുഭനക്ഷത്രങ്ങൾ ഉദിച്ചു നിന്നു. ഗ്രാമങ്ങളും പുരങ്ങളുമെല്ലാം ഫലഭൂയിഷ്ടമായി. നദികൾ ശീതജലവും വഹിച്ചുകൊണ്ട് സ്വച്ഛന്തമായി ഒഴുകി. തടാകങ്ങളിലും പൊയ്കകളിലും ആമ്പലും താമരയും വിരിഞ്ഞു നിന്നു. വൃക്ഷലതാദികൾ പൂത്തുനിന്നു. പക്ഷികളും വണ്ടുകളും ശുഭസൂചകമായ ശബ്ദത്തിൽ പാടി. പുഷ്പങ്ങളുടെ സുഗന്ധം വഹിച്ചുകൊണ്ട് ഇളം തെന്നൽ നാലുപാടും വീശി. ഹോമവേദികളിലെ അഗ്നി ശുഭജ്വാലകളോടുകൂടി തെളിഞ്ഞു. ഭഗവാന്റെ തിരുവതാര വേളയിൽ ആകാശത്തു നിന്നും ദേവന്മാർ നാനാവാദ്യങ്ങൾ മുഴക്കി. കിന്നരന്മാരും ഗന്ധർവന്മാരും ഗീതങ്ങൾ ഉതിർത്തു. അപ്സരസ്സുകളും വിദ്യാധരന്മാരും നൃത്തമാടി. സിദ്ധന്മാരും ചാരണന്മാരും ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ദേവന്മാരും മുനിമാരും ആനന്ദത്തോടുകൂടി പുഷ്പവൃഷ്ടി നടത്തി. സാഗരം മന്ദം മന്ദം ഗർജിച്ചു. അർദ്ധരാത്രിയായപ്പോൾ കിഴക്കുദിക്കിലെ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭയോടുകൂടി ഒരു കുഞ്ഞിന് ദേവകി ജന്മം നൽകി. അതാണ് കൃഷ്ണ ഭഗവാൻ. മുഴുവൻ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ലേ?
ഇനി ഉണ്ടല്ലോ ആ സന്ദർഭം മുഴുവനും പിന്നെ ഭാഗവതത്തിലെ എത്ര 6-7 പേജുകളിലാണ് പറയും 2, 4, 6, 8, 9 പേജുകളിലാണ് ഭാഗവതത്തിൽ. ഇതിനൊക്കെ വലിയ കടലാസും അത്. ഈ 9 പേജുകളിൽ പ്രിന്റും ചെറുതാണ്. 9 പേജുകളിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ ഇദ്ദേഹം ഒരൊറ്റ ശ്ലോകത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം അത്രയും പിന്നെയും പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ രൂപം വർണ്ണിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഭഗവാൻ ജനിച്ചു. ജനനം കഴിഞ്ഞാൽ അടുത്ത പരിപാടികൾ കടക്കുന്നതിന് മുമ്പ് ആ ജനനം ഉണ്ടായപ്പോൾ പ്രപഞ്ചത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് കുറച്ച് വായിച്ചു. ബാക്കി നമുക്ക് ഇവിടുന്ന് കേൾക്കാം. അതിനു മുമ്പ് 1-ാം ശ്ലോകം ഒന്നുകൂടി വായിച്ചു നോക്കൂ. ആനന്ദരൂപവന്നൈ ദേവതാരേ പ്രാപ്തേ പ്രദീപവദംഗനരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലർദ്യ അവൃണ്യതി വിരുചേകില വർഷവേല. നല്ല കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന മഴയും രാത്രി ഭയങ്കരമായ മഴയാണ്. ആ മഴയും ഇടിയും വെണ്ണിലും ഒക്കെ ഉണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു 2 ധ്രുവങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വശത്ത് പ്രകൃതി ഇങ്ങനെ ഭയങ്കരമായി ക്ഷോഭിക്കുന്ന പോലെ, മറുവശത്ത് പ്രപഞ്ചം മുഴുവനും ആവേശത്തിലായിരിക്കുന്ന പോലെ. ഇത് രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഭഗവാന്റെ ജനനം എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം. സുഖദുഃഖ ഭേദങ്ങളില്ലാത്തൊരവസ്ഥയാണ് ഭഗവാന്റെ മനസ്സിന്, ഭഗവാന്റെ രൂപത്തിന്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക്, അദ്ദേഹത്തിൻ്റെ ജ്ഞാനങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കുമൊക്കെ സുഖദുഃഖ ഭേദങ്ങളില്ലെന്നാണ്. ദുഃഖിക്കുന്നവനെയും സുഖിക്കുന്നവനെയും ഒരേപോലെ നോക്കുന്നയാളാണ്. കാരണം ഒരു ഭാഗത്ത് ഇടിവെട്ടുന്നു, മഴ പെയ്യുന്നു, അർദ്ധരാത്രിയാണ്, പകൽ പോലുമല്ല. പകലെന്നോ രാത്രിയെന്നോ എപ്പോൾ ജനിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇതല്ല. അപ്പോൾ എല്ലാത്തിനും ഒരു അറ്റാച്ച്മെൻ്റ് ഒഴിവായിട്ടുള്ള ജനന ഭഗവാന്റെ ആ സമയം എന്ന് പറഞ്ഞാൽ അഷ്ടവിരോഹിണിയും നമ്മൾ പറയാറുണ്ട് ഇതിന്. അപ്പോൾ ആ ജനനത്തിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഭാഗത്തെല്ലാവരും ആവേശത്തിവൃപ്പോടെ ദേവന്മാരും ഋഷിമാരും യോഗിമാരും മനുഷ്യരും സകല ജീവജാലങ്ങളും ഭഗവാന്റെ ജനനത്തിന് ഇങ്ങനെ കാതോർത്ത് ആ വാർത്തയേക്കാൾ കാതോർത്ത് നിൽക്കുകയാണ്. മാനുകളൊക്കെ ഇങ്ങനെ ചെവിയൂർപ്പിച്ച് നിന്നാ പറയുക. ഈ ജനനവാർത്ത അനൗൺസ് ചെയ്യുമ്പോൾ മാനുകളും പിന്നെ മറ്റ് ക്രൂരജന്തുക്കളും ഉൾപ്പെടെയുള്ള എല്ലാ ജന്തുക്കളും ചെവി കൂർപ്പിച്ച് ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ് ആ വാർത്ത വന്നോ ഇല്ല എന്നുള്ളത്. അങ്ങനെ അത്രയും ആവേശകരമായ ആ ജനനം, ആ സമയത്ത് പ്രകൃതിക്ഷോഭം, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നടുക്ക്, രാവിൻ്റെയും പകലിൻ്റെയും നടുക്ക്, ഗതിയുടെയും വിഗതിയുടെയും നടുക്ക്, സമ്പന്നതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നടുക്ക്, അതാണ് ഭഗവാന്റെ ജനനം. കാരണം ഭഗവാൻ നിഷ്പക്ഷനാണ്. ആരോടും ശത്രുമിത്രാദികളില്ല, ദുഃഖിതരില്ല, പണക്കാരില്ല, പാവപ്പെട്ടവരില്ല. അതൊക്കെ ഉണ്ടെന്ന് നമ്മൾ വരുത്തി വയ്ക്കുന്നതാ. നമ്മളാണ് ഇതൊന്നും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അത് ഇതുണ്ടാവാം, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് പിന്നീട് വന്നിട്ടുള്ള പടുവിട്ടികൾ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഭഗവാന്റെ ജനനം നോക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ജനനം അങ്ങനെയുള്ളൊരു മുഹൂർത്തത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പക്ഷപാതമില്ല. ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യലാണ് അദ്ദേഹം. സ്വതന്ത്രനാണ്, നിഷ്പക്ഷനാണ്. സ്വതന്ത്രമായ ചിന്ത, നിഷ്പക്ഷമായ ചിന്ത. ആരും അന്യരല്ല. വിത്ത് മലൈസ് ടുവേർഡ്സ് നൺ. ആരോടും അദ്ദേഹത്തിന് മലൈസില്ല, നീരസമില്ല, ദേഷ്യമില്ല. ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. എല്ലാവരുടെയും വേദനകൾ അറിയുന്നു. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അറിയും. വേണ്ടത് ഭഗവാൻ അവർക്ക് കൊടുക്കുകയും ചെയ്യും. പാടുപാട്ടിനാണ് ജീവിക്കുന്നതെങ്കിൽ വേഷം കെട്ടെടുത്താൽ ഭഗവാൻ വേഷം കെട്ട് നിങ്ങളോട് എടുക്കും. നിങ്ങൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ. കാരണം ഗീതയെ പറഞ്ഞിട്ടുണ്ട്, എന്നെ എങ്ങനെ നിങ്ങൾ ഉപാസിക്കുന്നുവോ അതുപോലെയായിരിക്കും ഞാൻ നിങ്ങളോട് എൻ്റെ സമീപനം ഡെവലപ്പ് ചെയ്യാന്നുള്ളത് അല്ലേ. ഭഗവത്ഗീത 1-2 ഘട്ടങ്ങളിൽ അദ്ദേഹം അത് അർജുനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ ജനിച്ചിരിക്കുന്നത് ശരിക്കും ആനന്ദകരമായത് അല്ല. ആനന്ദവുമുണ്ട്, അതേ സമയത്ത് ഇടിനാദം പോലെയുള്ള ഭീകരമായിട്ടുള്ള പ്രകൃതിയുടെ അവസ്ഥയുമുണ്ട്. നല്ല കോരിത്തെറിയുന്ന മഴയുമാണ്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, ഭഗവാന്റെ ജനനം തന്നെ അങ്ങനെയുള്ള നിഷ്പക്ഷ മേഖലയിൽ നിന്നാണ്. നമ്മൾ 2-ാമത്തെ ശ്ലോകത്തിലേക്ക്. അപ്പോൾ ഭഗവാന് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാപൂരം കൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് വജ്രം പോലെ തിളങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടി എന്തിൻ്റെയോ ഒരു നന്മയുടെ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആ നല്ലൊരു നന്മയുടെ ഒരു കാലത്തിൻ്റെ നാന്ദിയായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജനനത്തെ വിശേഷിപ്പിക്കാം. ലോകരക്ഷകനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യപുത്രനായിട്ട് ജനിച്ചിരിക്കുന്നു. അത് സർവ്വലോകങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഭാരതത്തിൻ്റെ മാത്രമല്ല കേട്ടോ,
ഈ ലോകം മുഴുവനും അങ്ങനെ രക്ഷിക്കുന്നു. നമ്മൾ കൃഷ്ണൻ എന്ന് പറയുന്നു. അതേപോലെ മറ്റുള്ള പേരുകളിൽ മറ്റു രാജ്യങ്ങളിൽ അതേപോലെ ദേവന്മാരുണ്ട്, അവർക്കും അതിൻ്റെ ആനുകൂല്യം ഭഗവാനിൽ കിട്ടുന്നുണ്ടെന്നാണ്. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ആശാസു ശീതളരസു പയോരതോയൈ ആശാസിതാപ്തി വിവശേഷു സജ്ജനേഷു നൈഷാകരോരയ വിധൗ നിശിമധ്യമായ ക്ലേശാപകസ്തി ജഗദാന്തവിഹാവിരാസി. എന്താണ്? വളരെ സിമ്പിളാണ്. ഈ വൃത്തം വായിക്കുന്നത്, ഈ വസന്തലും വൃത്തമായതുകൊണ്ട് വളരെ കുറച്ചുകൂടി ലളിതമാണിത്. ഈ വൃത്തങ്ങളിൽ വെച്ചിട്ട് അധികം ശാർദൂലവികൃതം പോലെയോ ഒന്നും, അല്ലെങ്കിൽ അതേപോലുള്ള മറ്റു വൃത്തങ്ങൾ, സംസ്കൃത വൃത്തങ്ങൾ പോലെയുള്ള കഠിനമല്ല ഇത്. അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ വളരെ സിമ്പിളാണ്. എന്താണ്? ആശാസു, എന്താ ആശാ അസു എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കുകളിലും, എല്ലാ പ്രദേശങ്ങളിലും, വടക്കും തെക്കും കിഴക്കും, പർവ്വതങ്ങളിലും മലകളിലും കാടുകളിലും കൂടുകളിലും നദികളിലും എന്ന് വേണ്ട ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്, അവിടെയൊക്കെ തന്നെ എന്താ ആശാസ്യ ശീതളരാസ്യ. എന്താസു? ശീതളരസു, ശീതളമാണ്, വളരെ കുളിർമയുള്ള യാത്ര. പുറത്ത് മഴ പെയ്യാണ്, ആ മഴ പെയ്യുന്നതിനും കൂടാതെ തന്നെ അവിടെ ഈ ആന്തരികമായിട്ടുള്ള ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ഉദയം കൊണ്ട് പിന്നെ തണുപ്പുണ്ടാവാം. അപ്പം നല്ല തണുപ്പുള്ള രാത്രിയാണത്. ആ പ്രസവം എന്ന് പറയുന്നത്, കൃഷ്ണൻ്റെ ജനനം നല്ല തണുപ്പുള്ള സമയത്താണ്. പിന്നെ പയോദതോയേ എന്നാണ്. എന്തിരിക്കണു? മേഘജാലങ്ങൾ കൊണ്ട്, അവിടെയുള്ള മേഘജാലം, പയോദം, മേഘജാലങ്ങൾ കൊണ്ട് എന്തിരിക്കുകയാണ്? ആശ്വാസിതാപ്തി വിവശേഷു സജ്ജനേഷു, ആഗ്രഹം സാധിച്ച സന്തോഷത്തിൽ, അല്ലേ? എന്താ പറയണേ? ആശ്വാസിതാപ്തി വിവശേഷു, അതായത് ജനങ്ങളുടെ ആ പിന്നെ പാരവശ്യങ്ങൾ മുഴുവനും ദുഃഖങ്ങൾ മുഴുവനും തീർക്കുന്നതിന് വേണ്ടി ഭഗവാൻ ജനിക്കണേ എന്ന് ജനങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ജനിച്ചത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, അവിടെ ആഗ്രഹം സാധിച്ച സന്തോഷത്തിൽ, അല്ലേ? ആഗ്രഹം സാധിച്ചു. എന്താ വേണ്ടത്? അവിടെ ദുഷ്ടജനങ്ങളെ ഇല്ലാതാക്കണം, ധർമ്മത്തെ രക്ഷിക്കണം എന്നുള്ള ജനങ്ങളുടെ ആ മുറവിളി, അല്ലെങ്കിൽ തുടരെയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന സാധിച്ച സന്തോഷത്തിലായിരുന്നു ജനങ്ങളൊക്കെ തന്നെ. കൃഷ്ണൻ ജനിച്ചു എന്ന് പറയും, ജനിച്ചോ ദൈവമേ രക്ഷപ്പെട്ടു എന്ന് ഓരോരുത്തരും ദീർഘനിശ്വാസത്തോടെ പറയാൻ തുടങ്ങി. ആ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിച്ചു കൊടുത്തു. കാരണം അവർ കുറേ നാളായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പക്ഷേ നമ്മുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് പിന്നെ ദൈവം ഇങ്ങോട്ട് വരണില്ലെന്നേ ഉള്ളൂ. ദൈവത്തെ വിളിക്കുന്നത് നിങ്ങളെ അറിയണ്ട. എന്താ? അവളെ യമം വരുന്ന നേരം അങ്ങനെനിക്ക് പേടി പോക്കുവാനെരിഞ്ഞ കണ്ണിൽ അഗ്നിയോടെ യമനയം